നമ്മുടെ രാഹുൽ മാക്കട്ട വിഷയത്തിനകത്ത് രാഹുൽ മാക്കട്ടത്തെ ഒതുക്കി ഇല്ലാതാക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട മുന്നണി പോരാളികളിലായിട്ടുള്ള കുറേ സ്ത്രീകളിൽ ഹണി ഭാസ്കരൻ എന്ന് പറയുന്ന ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ നിന്നായിരിക്കും പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അപ്പോൾ ഒരു ഇടതുപക്ഷ സഹയാത്രികയും എഴുത്തുകാരിയും ആക്ടിവിസ്റ്റും ഒക്കെയാണെന്ന് പറയപ്പെടുന്ന ഹണി ഭാസ്കറിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണാനിടയായി. അതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിനകത്ത് ആ ഇൻ്റർവ്യൂവിൽ ഹണി ഭാസ്കരൻ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളെ പരാമർശിച്ചുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. എനിക്ക് ഹണി ഭാസ്കരനോട് ചോദിക്കാനുള്ളത്, ഹണി ഭാസ്കരൻ വലിയൊരു എഴുത്തുകാരിയൊക്കെയാണെന്നാണല്ലോ സ്വയം പൊതുസമൂഹത്തെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഒന്ന് ചോദിച്ചോട്ടെ, ഹണി ഭാസ്കരൻ ഇന്ത്യ ഭരണഘടനയിലെയും അതുപോലെ ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയെയും സ്വാഭാവികമായിട്ട് അംഗീകരിക്കുകയും മാനിക്കുകയും ചെയ്യുന്നുണ്ടാവണമല്ലോ. കാരണം അങ്ങനെയാണല്ലോ ഇന്ത്യക്കാർ എന്ന് പറയാൻ അവകാശപ്പെടാനായിട്ടുള്ള അവകാശം ആർക്കും ഉണ്ടാവുള്ളൂ. ഹണി ഭാസ്കരൻ സ്വാഭാവികമായിട്ടും ഈ രാഹുൽ മാക്കട്ട വിഷയത്തിനകത്ത് കാര്യമായ വിഷയങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും കൂടെ ആ ഒരു സന്ദർഭം ശരിക്കും യൂസ് ചെയ്ത ഒരു സ്ത്രീയാണെന്നുള്ളത് നമുക്കറിയാം. നിങ്ങളുടെ രാഷ്ട്രീയം ഇടതുപക്ഷമാണെന്ന് നിങ്ങൾ ആണയിട്ട് പറയുന്നു, ആയിക്കോട്ടെ. ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും ഏത് പക്ഷമാണെങ്കിലും ശരി, നിങ്ങൾ തന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ ബോധ്യത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഓരോ കാര്യങ്ങളിനകത്ത് ഇടപെടുന്നതും പറയുന്നതും. അതിനകത്ത് രാഷ്ട്രീയമൊന്നും നോക്കാറില്ല എന്നൊക്കെ നിങ്ങൾ ഈ ഇൻ്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ട്. അതൊക്കെ പൊതുവായിട്ട് കേൾക്കുമ്പോൾ നല്ല അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട വാചകങ്ങൾ ഒക്കെ തന്നെയാണ്. എന്നോട് അങ്ങനെ മോശമായിട്ട് പെരുമാറാൻ ശ്രമിച്ചൊരു മനുഷ്യനുണ്ടായിരുന്നു. അന്ന് എനിക്ക് തീരെ അറിയില്ല, ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ഒരു ബോധവും ഇല്ലാത്തൊരു പ്രായമാണ്. പിന്നീട് പക്ഷേ ഞാനത് ഓർത്തെടുത്തപ്പോൾ അതൊരു വലിയ ഇൻസിഡൻ്റ് ആയിരുന്നു. എന്നെ ചൂഷണം ചെയ്തില്ല, പക്ഷെ ആ ഒരു ശ്രമം വളരെ കൃത്യമായിട്ട് അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്കിത് മനസ്സിലായിട്ടേ ഇല്ല. അയാൾ തുണിയില്ലാതെ എൻ്റെ മുന്നിൽ എന്തിനാ നിന്നതെന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ എന്നെ ഒന്നും ഉപദ്രവിക്കുന്നതിനേക്കാളും മുന്നേ എനിക്ക് മോശം തോന്നി ഞാൻ ഇറങ്ങിപ്പോയി. അന്ന് സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. ബന്ധുവാണ്. പിന്നീട് ഞാൻ ഏതെങ്കിലും ഒരു കല്യാണ വീട്ടിൽ നിന്ന് ഈ മനുഷ്യനെ കാണുമ്പോൾ എനിക്ക് വരയ്ക്കാൻ തുടങ്ങും. ഇങ്ങനെയാണ് ട്രോമ. പക്ഷെ അത് നിങ്ങളുടെ പ്രവർത്തിയിൽ നിങ്ങൾ എന്തുകൊണ്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഇവിടെ പൊതുസമൂഹത്തിൽ, ചിലപ്പം നിങ്ങളുടെ അത്രയും വലിയ അറിവൊന്നും ഉള്ളവരല്ല പൊതുസമൂഹം എന്ന് പറയുന്നത്. പൊതുസമൂഹം എന്ന് പറയുന്നത് സാധാരണ മനുഷ്യനാണ്. പക്ഷെ സാധാരണ മനുഷ്യരിൽ നീതിബോധം എന്ന് അത് ഉയർന്നു തന്നെ നിന്നുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആദ്യമേ തന്നെ പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ മാനിക്കുന്നുണ്ടോ എന്നുള്ളത് ചോദിക്കേണ്ടതായ ഒരു സാഹചര്യത്തിലേക്ക് തന്നെ വരുന്നത്. കാരണം നിങ്ങൾക്ക് ഏതോ ഒരു സന്ദർഭത്തിൽ രാഹുൽ മാക്കൂട്ടം ഏതോ ഒരു ഇമോജി അയച്ചു എന്നുള്ളതാണ് നിങ്ങൾ പറയപ്പെടുന്നത്. അങ്ങനെയാണ് എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ഷേപമോ ആ ഒരു വ്യക്തിയെപ്പറ്റി എന്തെങ്കിലും മോശമായിട്ടൊരു ദുരനുഭവം നിങ്ങൾക്കുണ്ടാവുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിലുണ്ടാവുകയോ ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ സാമൂഹ്യ പ്രതിബദ്ധതയും സ്ത്രീ സംരക്ഷണവും സ്ത്രീ സുരക്ഷയും പറ്റിയൊക്കെ ഘോരഘോരം പ്രസംഗിക്കുന്ന നിങ്ങൾ ശരിക്കും ചെയ്യേണ്ടിയിരുന്നതും ആ വിവരം അറിഞ്ഞപ്പോൾ ആ നിമിഷം തന്നെ നിങ്ങൾ ശരിക്കും പബ്ലിക്കിൽ വന്നു ആ നിമിഷം നിങ്ങൾ പ്രതികരിക്കണമായിരുന്നു. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായിട്ട് അതിനകത്ത് ചെയ്യാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു. ഇത് രണ്ടും നിങ്ങൾ ചെയ്തില്ല എന്ന് മാത്രമല്ല, ഈ ഒരു സന്ദർഭത്തിൽ വന്ന് നിങ്ങൾ പബ്ലിക്കിൽ, അതായത് രാഹുൽ മാക്കൂട്ടത്തെ ഒതുക്കി ഇല്ലാതാക്കാനായിട്ട് മുന്നണി പോരാളികളിൽ ഒരു പോരാളിയായിട്ട് നിങ്ങൾ രംഗപ്രവേശനം ചെയ്യുകയാണ് ചെയ്തത്. അതിനകത്തുള്ള വിഷയത്തെപ്പറ്റി നമ്മൾക്കിപ്പോൾ അറിയാമല്ലോ. ആ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ പറയുന്നു ആ വ്യക്തിയെ വളരെ മോശക്കാരനായിട്ടാണല്ലോ നിങ്ങൾ ചിത്രീകരിച്ചത്. പ്രത്യേകിച്ച് ഇന്ന് ഈ ഇൻ്റർവ്യൂവിൽ പോലും നിങ്ങൾ റിനിയുടെ പേര്, അതായത് ആ വിഷയം ആദ്യമായിട്ട് പൊതുസമൂഹത്തിലേക്ക് ഒരു വെടി പൊട്ടിച്ചുകൊണ്ട് രംഗപ്രവേശനം ചെയ്ത നടി എന്നറിയപ്പെടുന്ന റിനിയുടെ പേര് നിങ്ങൾ ഈ പ്രാവശ്യം പരാമർശിക്കുകയുണ്ടായി. അതൊരു ഇമോജിയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സാധനം നമുക്ക് ഈ സോഷ്യൽ മീഡിയ തന്നിട്ടുള്ളതല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നു. അതിനെല്ലാം ഇങ്ങനെ ഈ ലെവലിലേക്ക് കാണുന്നത് എന്തുകൊണ്ട് അങ്ങനെ ആയി വരുന്നത് ഈ ഒരു ഇൻസിഡന്റ് വന്നപ്പോഴാണോ? എങ്ങനെയത് ശരിക്കും പറഞ്ഞാൽ പോസ്റ്റ് വായിച്ചിട്ടുള്ള ഒരാളും ഇമോജിയാണ് പ്രശ്നം ആരും പറയില്ല. നിങ്ങളുടെ ഇതെടുത്തോ, അതെ, നിങ്ങളുടെ പോസ്റ്റ് നിങ്ങൾ അനലൈസ് ചെയ്ത് അല്ല, ആളുകൾക്ക് ഇമോജിയാണ് പ്രശ്നം. ഇന്നലെ ഞാൻ വായിച്ചു നോക്കായിരുന്നു, എന്റെ ഫോട്ടോയ്ക്ക് വന്ന കമന്റ് ആണ് ഇത് തന്നെയാണ് തലങ്ങും വിലങ്ങും ശത്രുക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇമോജി ഇടുന്നത് ഒരു പ്രശ്നമാണോ? ഇന്നൊരാൾ ചോദിച്ചതാ, നിങ്ങൾ എത്ര പേർക്ക് ഇതിന്റെ ചോട്ടില് ഹൃദയം ഇട്ടിട്ടുണ്ട്, എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം ഇട്ടപ്പോ പ്രശ്നം ആയതെന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്റെ പ്രശ്നം രാഹുൽ എനിക്ക് ഇമോജി ഇട്ടതല്ല. രാഹുൽ മാങ്കൂട്ടം ഒരു വലതുപക്ഷ രാഷ്ട്രീയക്കാരനും നിങ്ങൾ ഒരു ഇടതുപക്ഷ മനസ്സുള്ള ആളുമായതുകൊണ്ട് കിട്ടിയ ചാൻസ് രാഷ്ട്രീയമായി നിങ്ങൾ ഉപയോഗിച്ചു എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ തെറ്റു പറയാൻ പറ്റും. കാരണം രാഹുൽ മാങ്കൂട്ടം എന്നോട് മെസ്സേജ് അയച്ച സമയത്തല്ലല്ലോ ഞാനിത് പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് പറയുന്നത്. അല്ല, രാഹുൽ മാങ്കൂട്ടം എനിക്കൊരു സംഭവമല്ല. എനിക്കിപ്പോ രാഹുൽ ഗാന്ധി മെസ്സേജ് അയച്ചാലും രാഹുൽ മാങ്കൂട്ടം മെസ്സേജ് അയച്ചാലും എന്നെ സംബന്ധിച്ച് അതൊരു സംഭവമല്ല. പക്ഷെ അത് എനിക്ക് പ്രശ്നമാകുന്നത്, ഞാൻ ഈ പ്രശ്നം ഉന്നയിക്കുന്നതിന്റെ തലേ ദിവസവും അതിന്റെ തലേ ദിവസവും ആണ് ഞാൻ ഇയാളുടെ സർക്കിളിൽപ്പെട്ട ആളുകൾ പറഞ്ഞിട്ട് ഞാൻ അറിയുകയാണ് ഇയാള് ഇങ്ങോട്ടേക്ക് അയച്ച ഇമോജിയെ കുറിച്ചും ഇദ്ദേഹം ഇങ്ങോട്ട് അയച്ച മെസ്സേജിനെ കുറിച്ചും അയാളുടെ സർക്കിളിൽ ശരാശരി മനുഷ്യർ ചെയ്യുന്ന ഒരു സാധാരണ പ്രക്രിയ. എനിക്കത് അസാധാരണമാണ്. അത് പൊതുവെ ഇപ്പൊ ഒരു പെണ്ണിനെ ഒരുത്തൻ അങ്ങോട്ട് കയറി പ്രേമിച്ചാലും അവൻ ചിലപ്പോ പറയും ഇവിടെ എത്ര കാലം എന്റെ പുറകെ നടന്നിട്ടുണ്ടോ ഞാൻ വീണത്. ഇത് ഉണ്ടാക്കുന്ന ഒരു വലിയ സോഷ്യൽ ഡാമേജ് ഉണ്ടെന്നേ. ആ സോഷ്യൽ ഡാമേജിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ പ്രശ്നം ഉന്നയിച്ചത്. ഡാമേജ് അറിഞ്ഞത് ഒരു ചെറിയ സർക്കിളിലാണ്. ഞാൻ ഈ പറയുന്ന ആ നിങ്ങൾക്കത് മനസ്സിലായി. നിങ്ങളുടെ ചുറ്റിയിരിക്കുന്ന ഒരു 6 ആള് അല്ലെങ്കിൽ 5 ആള്. ഇത് സമൂഹ മധ്യത്തിലേക്ക് വന്നപ്പോ അതിന്റെ ഡെപ്ത് എത്രമാത്രം ആഴത്തിലേക്ക് പോകും. അല്ല, അങ്ങനെ ഒരാൾക്കെതിരെയാണല്ലോ ഒരു സ്ത്രീ റിനി ആരോപണമായിട്ട് വരുന്നുണ്ടല്ലോ. പല കേസ് കെട്ടുകൾ ഒരേ സമയത്ത് ഇതിന്റെ അല്ല, അയാളെ ന്യായീകരിക്കുന്നതല്ല ഞാൻ ശരാശരി സംഭവങ്ങളുടെ രാഷ്ട്രീയവൽക്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന പലരും ഇതിനെ അങ്ങനെയാണ് കണ്ടത്. അല്ല, അത് ന്യായീകരിക്കാൻ വേണ്ടി മാത്രം പറയുന്ന ഒരു പ്രസ്താവന മാത്രമാണ്. എന്നെ സംബന്ധിച്ച് രാഹുലിനെ കുറിച്ച് ഇത് പറയാതെ ഞാൻ പോയേനെ. ഞാനിത് ഈ ഒരു ക്ലോസ് സർക്കിളിൽ പോലും ഇയാൾ ഇത് സംസാരിക്കുന്നത് ഒരുപക്ഷെ ഞാൻ പറയാതെ പോയേനെ. ഈ എല്ലാ വിഷയങ്ങളും വരുമ്പോഴാണ് ഇയാൾക്ക് പല തരത്തിലുള്ള സ്വഭാവ ദൂഷ്യങ്ങൾ ഉണ്ടെന്നും ഇയാൾ പല രീതിയിൽ മനുഷ്യരെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരാളാണെന്നും തിരിച്ചറിയുമ്പോഴാണ് ഇതിനെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ഒരു ഡെഫിനറ്റ്ലി ആ തോന്നലാണ്. ഇതുണ്ടാക്കുന്ന ഒരു സോഷ്യൽ ഡാമേജ് ഉണ്ട് സ്ത്രീകൾക്ക്. എനിക്കറിയാം, ഞാൻ ഒറ്റയ്ക്ക് ഒരു സിംഗിൾ പാരന്റാ. ഈ ആൺകൂട്ടങ്ങളിൽ ഇരുന്നിട്ട് നമ്മളോട് വന്നിട്ട് പ്രേമം പറയുകയും നമ്മളത് റിജക്ട് ചെയ്യുമ്പം ഇന്നലെ അവളുടെ കൂടെ ആയിരുന്നു എന്ന് പറയുന്ന ഒരുപാട് ആണുങ്ങളെ എന്നെ പോലുള്ള സ്ത്രീകൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ റിനി പറഞ്ഞ കാര്യത്തിന് അത് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള ഒരു ധാരണയല്ല. റിനിയുടെ തനി സ്വഭാവം ഇതിനോടകം നിങ്ങൾക്കും വ്യക്തമായിട്ടുണ്ടാകും. കാരണം പൊതുസമൂഹത്തിന് കംപ്ലീറ്റും ബോധ്യമായി. റിനി അന്ന് പറഞ്ഞതും രാഹുൽ മാങ്കൂട്ടമായിട്ട് പരിചയപ്പെട്ട് 24 മണിക്കൂറിനുള്ളിൽ മോശപ്പെട്ട റിയാക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുണ്ടായതുകൊണ്ട് ആ വ്യക്തിയായിട്ടുള്ള കോണ്ടാക്റ്റുകളെല്ലാം അവസാനിപ്പിച്ചു. പക്ഷേ എനിക്ക് വേണ്ടിയിട്ടല്ല, മറ്റുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ഹണി ഭാസ്കരൻ പറയുന്നത് പോലെ തന്നെ മറ്റുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടെന്നുള്ള രീതിയിലാണെന്ന് റിനി അന്ന് പബ്ലിക്കിൻ്റെ മുമ്പിൽ വന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ റിനിയുടെ യഥാർത്ഥ സ്വഭാവം, യഥാർത്ഥ പ്രവൃത്തി എന്തായിരുന്നു എന്നുള്ളത് തെളിവുകൾ സഹിതം ഇപ്പോൾ പബ്ലിക് ഡൊമൈനിലുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടമായിട്ട് പരിചയപ്പെട്ടതിന് ശേഷം പാതിരാത്രിയിൽ പോലും വീഡിയോ കോൾ ചെയ്യുകയും ഓഡിയോ കോൾ ചെയ്യുകയും ചാറ്റ് ചെയ്യുകയും മെസ്സേജ് അയക്കുകയും പ്ലീസ് കം ടു ദ ടെലഗ്രാം സീക്രട്ട് ചാറ്റ് എന്ന് പറഞ്ഞിട്ട് പാതിരാത്രിയിൽ പോലും കൂടെ മെസ്സേജ് അയക്കുകയും താങ്കളെ എനിക്ക് ചന്ദ്രനോളം പ്രേമമാണെന്നോ സ്നേഹമാണെന്നൊക്കെ പറയുകയും അതുപോലെ തന്നെ ഈ 3ാം പീഡന പരാതിക്കാരി എന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിരിക്കുന്ന പരാതി അതാരും ആയിക്കോട്ടെ എന്താണെങ്കിലും അവരുടെ ഐഡൻറ്റിറ്റിയെ സൂചിപ്പിച്ചുകൊണ്ട് അവർ ഹോട്ടലിൽ റൂം എടുത്തതിനെ പറ്റിയൊക്കെ പത്രക്കാരോട് ഈ റിനി വെളിപ്പെടുത്തിയ കാര്യമൊക്കെ ഹണി ഭാസ്കറിന് കൃത്യമായിട്ട് അറിയാവുന്നതാണല്ലോ. അതായത് ഒരു യുവതി അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു പുരുഷ സൗഹൃദത്തിന് വേണ്ടിയിട്ട് മുറിയിൽ വന്ന് ഒരു ഹോട്ടലിൽ വന്ന് റൂം എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ പരമാവധി ഒന്ന് തലോടുക, തൊടുക, അതുപോലെ സ്നേഹവാക്കുകൾ ഉരുവിടുക, വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഹഗ് ചെയ്യുക, ഇതൊക്കെയാണ് സ്ത്രീ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവരുടേതായ നിലപാടുകൾ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. അതായത് ഇപ്പോൾ രണ്ടുപേര് തമ്മിൽ ഒരു മുറിയിൽ കാണാമെന്ന് തീരുമാനിക്കുന്നു. പെൺകുട്ടി ചിലപ്പോൾ കുറച്ചു നേരം വർത്താനം പറഞ്ഞ് ഇരിക്കാനോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു സ്നേഹത്തിന് വേണ്ടി പ്രകടനം, അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് അതെനിക്ക് ലൈക്ക് ചെറിയ രീതിയിൽ ഒരു കിസ്സിങ്ങോ ഹഗിങ്ങോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കുറച്ച് സ്വകാര്യ നിമിഷങ്ങൾ പങ്കിടാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു സ്ത്രീ വരുന്നത്. റൂം എടുത്ത് കെട്ടിപ്പിടിച്ചാലും ഉമ്മ വെച്ചാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. ഡിങ്കോൾ ഫീസ് ഉഡാൽഫിക്കകത്ത് കടന്നു കഴിഞ്ഞാൽ മാത്രമേ കുഴപ്പമുള്ളൂ. എനിക്ക് ഹണി ഭാസ്കറിനോട് ചോദിക്കാനുള്ള ഒരൊറ്റ ചോദ്യമുള്ളൂ. ഈ രാഹുൽ മാങ്കൂട്ടമായിട്ടുള്ള വിഷയത്തിനകത്ത് ഹണി ഭാസ്കരൻ ഉണ്ടായിട്ടുള്ള ദൂരാനുഭവങ്ങളും ചാറ്റുകളും ഒന്ന് ഫുള്ളായിട്ടൊന്ന് പുറത്തേക്ക് വിടാവോ?
കാരണം രാഹുൽ മാക്കൂട്ടം ആരുടെയും പുറത്തേക്ക് വിട്ടിട്ടില്ല. രാഹുൽ മാക്കൂട്ടം അതിന് പറയുന്ന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് അവരുടെ പെർമിഷൻ വേണം. അതാണ് രാഹുൽ മാക്കൂട്ടം കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നത്. ശരിക്കും അതാണ് ചെയ്യേണ്ട ഒരു മര്യാദ. പെർമിഷൻ ഇല്ലെങ്കിലും വിടാം. കാരണം ഈ നിങ്ങൾക്ക് സ്ത്രീകൾക്കൊക്കെ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ചാറ്റുകളും മറ്റു കാര്യങ്ങളും കഷ്ണമായിട്ടൊക്കെ പുറത്തു വിടാം എന്നുണ്ടെങ്കിൽ രാഹുൽ മാക്കൂട്ടത്തിന് പുറത്തു വിടാം. പക്ഷേ രാഹുൽ മാക്കൂട്ടം അത് ചെയ്യുന്നില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാൻ ആരെങ്കിലും മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ചാറ്റ് പുറത്തേക്ക് വിടുക. കാരണം നമുക്കറിയാം, ഒരു പ്രസംഗമാണെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രസംഗമാണെങ്കിലും ഒരു ചാറ്റുകളാണെങ്കിലും ഏതെങ്കിലും ഒരു കുറച്ച് ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്ത് പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ വസ്തുത നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഹണി ഭാസ്കറിനുണ്ടായിരിക്കുന്ന സംഭവങ്ങൾ, രാഹുൽ മാക്കൂട്ടമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ പേരിൽ രാഹുൽ മാക്കൂട്ടം മോശമായിട്ട് ബിഹേവ് ചെയ്തതായിട്ടുള്ള മൊത്തം കാര്യങ്ങളും ഒന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ മൊത്തം ചാറ്റുകൾ ഏതായാലും പബ്ലിക്കിൽ വന്ന് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അതൊന്ന് ചെയ്യുക. കാരണം എത്രയൊക്കെ ആണെങ്കിലും ഇത്രയും വലിയ എഴുത്തുകാരിയൊക്കെ ആണെന്നല്ലേ പറയുന്നത്. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. എഴുത്തുകാരി ആണെങ്കിലും അല്ലെങ്കിൽ ശരി, നമ്മൾ ഈ സമൂഹത്തിൽ സമൂഹജീവിയാണല്ലോ. ആ സമൂഹജീവി എന്ന നിലയിൽ ഹണി ഭാസ്കരൻ എന്ന വ്യക്തി കഴിക്കുന്ന ആഹാരത്തിനോ കുടിക്കുന്ന വെള്ളത്തിനോ ശ്വസിക്കുന്ന വായുവിലോ 1% നന്മയുണ്ട്, മൂല്യം ഉണ്ട് എന്ന് ഹണി ഭാസ്കരൻ മനസ്സിലാക്കുന്നുവെങ്കിൽ, ഉൾക്കൊള്ളുന്നുവെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്ന് ചെയ്യണം. കാരണം ഹണി ഭാസ്കരന് ഒരു കാര്യം മനസ്സിലാക്കണം. രാഹുൽ മാക്കൂട്ടം എന്ന വ്യക്തിയുടെ ഫാദർ ചെറുപ്പത്തിൽ മരിച്ചു പോയി കഴിഞ്ഞിട്ട് ആ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ അമ്മയാണ് ആ വ്യക്തിയെ ഇത്രയും വളർത്തിക്കൊണ്ടുവന്നെന്നുള്ളത് നമുക്കെല്ലാം അറിയാമല്ലോ. ഏതായാലും ആ അമ്മ അത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഒരു അമ്മയായതുകൊണ്ടാണല്ലോ രാഹുൽ മാക്കൂട്ടം എന്ന വ്യക്തി ഇത്രയും ക്വാളിറ്റിയിൽ തന്നെ വന്നത്. നമുക്കറിയാം, നമ്മളൊക്കെ വളർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ നമുക്ക് ജന്മം നൽകി വളർത്തിയവർക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്. അതില്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അത്രയും ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് നമ്മുടെ മുമ്പിൽ തെളിവായിട്ട് നിൽക്കുകയാണ്. നമുക്കറിയാം, ഇന്നിപ്പം 35 വയസ്സോ മറ്റുള്ളൂ രാഹുൽ മാക്കൂട്ടത്തിന്. ഏതായാലും 35 വയസ്സുള്ള ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏകദേശം ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു 10 ചെറുപ്പക്കാരെ എടുക്കാമെങ്കിൽ ആ വ്യക്തി അതിൽ ഒരാൾ തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ നിങ്ങൾ ആരോപിക്കുന്ന ചില കാര്യങ്ങൾ, ആ ആരോപിക്കുന്ന കാര്യങ്ങൾക്ക് അതുതന്നെയാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്. ഇന്ത്യൻ ഭരണഘടന പറഞ്ഞിരിക്കുന്ന, ഇന്ത്യയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന നീതിന്യായ വ്യവസ്ഥിതി വ്യക്തമായിട്ട് പറയുന്നു. അതിനകത്ത് രാഹുൽ മാക്കൂട്ടം ഒരു തെറ്റുകാരൻ അല്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു തെറ്റുകാരൻ അല്ലാത്ത ഒരു വ്യക്തിയെ നിങ്ങൾക്ക് എങ്ങനെ തെറ്റുകാരനായിട്ട് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും? അതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ അല്ലേ? അതിന് ആൻസർ ചെയ്യാൻ ബാധ്യസ്ഥയല്ലേ ശരിക്കും പറഞ്ഞ ഹണി ഭാസ്കരൻ? ഇപ്പം കഴിഞ്ഞ ദിവസം പോലും കൂടെ ഹണി ഭാസ്കരനൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന കലാരംഗം അല്ലെങ്കിൽ സാഹിത്യരംഗം എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും വലിയ സാഹിത്യകാരനായിട്ടുള്ള, പ്രത്യേകിച്ച് ഇടതുപക്ഷ സഹയാത്രികനായിട്ടുള്ള കവിയും ആയിട്ടുള്ള സച്ചിദാനന്ദൻ പോലും കൂടെ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ ഈ സർക്കാർ സംവിധാനത്തെ പറ്റി അദ്ദേഹം വളരെ വ്യക്തമായിട്ടൊന്ന് പറഞ്ഞു. ഈ അധികാരഭ്രമം വളരെ അപകടം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഹണി ഭാസ്കറിന് ഒരു വാചകം പറയാനുണ്ടായിട്ടില്ല. ഉണ്ടോ? അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിലപാടുകളുണ്ട്, രാഷ്ട്രീയം ഉണ്ട് എന്ന് പറയുമ്പോൾ അവനവന് തോന്നുന്ന രാഷ്ട്രീയം അല്ലെ അവനവന് തോന്നുന്ന നിലപാടുകളാണ് ശരി എന്ന് പറഞ്ഞു വെക്കുന്നത് ഒരു പൊതു ശരിയായിട്ട് ഒത്തുപോകില്ല. നമ്മൾക്കെല്ലാവർക്കും ശരികളുണ്ട്, അവരവരുടേതായ ശരികളുണ്ട്. പക്ഷെ അവരവരുടേതായ ശരികൾ മാത്രം യഥാർത്ഥ ശരിയാവണമെന്നില്ല. ഒരു പൊതു ശരിയുണ്ട്. ആ പൊതു ശരിയിലേക്ക് നമ്മുടെ ശരികൾ എത്രമാത്രം യോജിക്കുന്നു എന്നുള്ളതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് അത് ശരിയാണോ തെറ്റാണോ എന്ന് വിശകലനം ചെയ്യുന്നത്. അതുകൊണ്ട് ഹണി ഭാസ്കരൻ ആ ഒരു കാര്യം മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവുണ്ട് എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഹണി ഭാസ്കരനോട് എനിക്ക് പറയാനുള്ളത്, രാഹുൽ വിഷയത്തിൽ നിങ്ങളുടെ ബോധ്യം അത് എന്ത് തന്നെയാണെങ്കിലും ശരി, ആ ബോധ്യം അത് നിങ്ങൾ പൊതുസമൂഹത്തിലേക്ക് നിങ്ങൾ എവിടെയും പരാതിയൊന്നും കൊടുക്കുകയല്ലോ ചെയ്തത്. നിങ്ങൾക്ക് പൊതുസമൂഹത്തിലായിരുന്നു അത് പറയാനുണ്ടായിരുന്നു. നിങ്ങൾ പൊതുസമൂഹത്തിൽ പറഞ്ഞ സ്ഥിതിക്ക് ബാക്കി കൂടി നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് അത് പുറത്തേക്ക് തന്നെ വിടുക. എങ്കിലല്ലേ അത് ജനങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതല്ലാതെ നിങ്ങൾ എവിടെയെങ്കിലും ഈ ഇരുളിൽ മറഞ്ഞു നിന്നുകൊണ്ട് ഒരു ലേശായിട്ട് ഒരു ടോർച്ച് അടിക്കുന്ന പോലെ ഒരല്പം പുറത്തേക്ക് വിട്ടിട്ട് ഇദ്ദേഹം ഈ ഇത്തരക്കാരനാണ്, ഇദ്ദേഹത്തെ പറ്റി ഇങ്ങനെ അനേകം കംപ്ലൈൻറ്റുകൾ കേൾക്കുന്നതിലാണോ കാര്യം ഇരിക്കണത്? യാഥാർത്ഥ്യത്തിലല്ലേ കാര്യം ഇരിക്കണത്? നമ്മൾക്കിപ്പോൾ എത്ര വേണമെങ്കിലും കേൾക്കാം. ഇപ്പോൾ ഹണി ഭാസ്കരൻ തന്നെ പറയുന്നു, ഹണി ഭാസ്കരൻ്റെ പേഴ്സണൽ ജീവിതത്തിൽ പലരിൽ നിന്നിങ്ങനെ മോശമായിട്ടുള്ള പല കാര്യങ്ങൾ കേൾക്കുന്നു. ആ കേൾക്കുന്നതിൽ ഹണി ഭാസ്കരൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളായിരിക്കില്ല എന്നുള്ള ഹണി ഭാസ്കരന് തന്നെ അറിയാമല്ലോ. ഇല്ല കഥകൾ ഒത്തിരി കേട്ടിട്ടുണ്ടാവാം.
അപ്പം കേൾക്കുന്നത് മറ്റൊന്ന്, ആരോപിക്കുന്നത് മറ്റൊന്ന്. യാഥാർത്ഥ്യങ്ങൾക്കാണ് പ്രാധാന്യം. നമുക്കറിയാം, നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പോലും കൂടെ 1969 കണ്ണൂർ വാടിക്കൽ രാമകൃഷ്ണൻ എന്ന വ്യക്തിയെ വെട്ടിക്കൊലപ്പെടുത്തിയതിലെ 1-ാം പ്രതിയായിരുന്നു. ആ വാടിക്കൽ രാമകൃഷ്ണൻ കൊല്ലപ്പെട്ടിട്ടില്ല എന്നൊന്നും കോടതി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതിൽ പ്രതിയായിരുന്നു. പക്ഷേ കോടതിയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹം തന്നെയാണ് ആ വെട്ടിക്കൊലപ്പെടുത്തിയത് എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിക്കാതിരുന്നത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ കോടതി വെറുതെ വിട്ടത്. സ്വാഭാവികമായിട്ടും അദ്ദേഹമാണ് വാടിക്കൽ രാമകൃഷ്ണനെ വെട്ടിക്കൊലപ്പെടുത്തിയത് എന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടു. കോടതി വെറുതെ വിടുമ്പോഴും അവിടെ ആരും കൊലപ്പെടുത്തിയിട്ടില്ല എന്നല്ല കോടതി പറഞ്ഞിരിക്കുന്നത്, തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു. അതാണ് നീതിന്യായ വ്യവസ്ഥിതി. അതുകൊണ്ട് അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ രാഹുൽ മാക്കൂട്ട വിഷയത്തിനകത്ത് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളുമായിട്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു കടുക് മണിയോളെങ്കിൽ തെറ്റുണ്ടെന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങളത് ചെയ്യുക. അതല്ലാതെ ആരോപണങ്ങൾ, മറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആരോപിക്കാനാണെങ്കിൽ അത് നമുക്ക് ആരുടെ മേൽ വേണമെങ്കിലും എത്ര വേണമെങ്കിലും ആരോപിക്കാം. ആരോപണങ്ങൾക്ക് അടിസ്ഥാനം വേണം. നിങ്ങൾക്ക് ആശയപരമായിട്ട് ഒരു വ്യക്തിയെ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അശ്ലീല ആഭാസം കൊണ്ട് അവഹേളിച്ച് നാറ്റിച്ച് ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ഏറ്റവും മ്ലേച്ഛമായൊരു കാര്യമാണ്. അത് നിങ്ങൾ പോലുള്ളവർ എത്ര സാഹിത്യകാരാണെങ്കിലും എത്ര വലിയ എഴുത്തുകാരാണെന്നൊക്കെ സ്വയം അഭിമാനിച്ചു കഴിഞ്ഞാലൊന്നും അതൊന്നും ഒട്ടും ശരിയല്ല. സാമാന്യ നീതിബോധത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അത് ഒട്ടും ശരിയല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.